ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ ഓഫ്സെറ്റിൻ്റെ അതേ രൂപത്തിൽ തന്നെ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഉപയോഗിക്കാവുന്ന മറ്റൊരു jQuery ഫംഗ്ഷനെ കുറിച്ചാണ്. അതായത് jQuery പൊസിഷൻ. jQuery പൊസിഷൻ എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഒരു എലമെൻറ്റിൻ്റെ കറൻറ്റ് പൊസിഷൻ നമുക്ക് റിട്രൈവ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് jQuery പൊസിഷൻ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് എന്താണ് പൊസിഷനും അതേപോലെ തന്നെ ഓഫ്സെറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. ഓഫ്സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓഫ്സെറ്റ് മെത്തേഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ആ ഡോക്യുമെൻറ്റിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ആ ഡോക്യുമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ എലമെൻറ്റിൻ്റെ പൊസിഷൻ കണ്ടെത്തുന്നത്. ഉദാഹരണം നമുക്കിപ്പോൾ എക്സാമ്പിൾ ഇവിടെ വന്ന് ഇതൊരു വെബ് പേജാണെന്ന് നോക്കുക. ഇതിന് നമുക്ക് ഈ ഹെഡ് എന്നുള്ള പൊസിഷൻ നമുക്ക് ഹെഡ് എന്നുള്ള ഭാഗത്തിൻ്റെ പൊസിഷൻ നമുക്ക് കാണണമെങ്കിൽ ഈ ഹെഡിങ് ഭാഗം തൊട്ടിട്ട് ഇത്രയും ഭാഗം വരെ, അതായത് ഹെഡ് എന്ന് കിടക്കുന്ന ഈ ടാഗ് എവിടെയാണ് കൊടുക്കുന്നത് ഇത്രയും ഭാഗത്തിൻ്റെ പൊസിഷൻ, അതായത് ഈ ടൈറ്റിൽ ബാർ തൊട്ടിട്ട് ഈ ഹെഡ് എന്നുള്ള സെക്ഷൻ വരെ എത്ര അകലുണ്ട് അതായിരിക്കും ഓഫ്സെറ്റ് എന്നതിൽ നമുക്ക് റിട്രൈവ് ചെയ്തിരിക്കുന്ന പൊസിഷൻ. എന്നാൽ നമ്മൾ ഇപ്പോൾ പറഞ്ഞ പൊസിഷൻ എന്ന മെത്തേഡ് നമുക്ക് ഈ ഹെഡ് എന്നുള്ളതിൻ്റെ പൊസിഷൻ നമുക്ക് കാണണമെങ്കിൽ അതിൻ്റെ പാരൻ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും മുകളിലുള്ള ടാഗ് അല്ലെങ്കിൽ എലമെൻ്റ് ഏതാണോ അതിൽ നിന്നും ഈ ഹെഡ് എന്നുള്ള ഭാഗത്തേക്ക് എത്ര അകലമുണ്ടോ അതായിരിക്കും നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. അപ്പോൾ എന്താണ് ഓഫ്സെറ്റും അതേപോലെ പൊസിഷനും തമ്മിലുള്ള ഡിഫറൻറ്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഉപയോഗിച്ച അതേ പ്രോഗ്രാം തന്നെയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അതായത് ഇവിടെ ഒരു പാരഗ്രാഫ് ടാഗ് തന്നിട്ടുണ്ട്. അതേപോലെ ഇവിടെ നമുക്ക് ഓഫ്സെറ്റ് റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ നമ്മളിവിടെ ഒരു ബട്ടണും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം jQuery വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു jQuery വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഡും നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ jQuery നമ്മൾ സ്ക്രിപ്റ്റ് എന്ന ടാഗിൻ്റെ ഉള്ളിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സ്ക്രിപ്റ്റ് എന്ന് എഴുതി നമ്മളിവിടെ വന്നൊരു $സൈൻ ഇട്ടു. അതിനുശേഷം നമ്മളൊരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ജസ്റ്റ് ഡോക്യുമെൻ്റ് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ വന്നൊരു ഡോട്ട് ഇട്ടതിന് ശേഷം റെഡി ഫംഗ്ഷൻ, അതായത് jQuery സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ രൂപത്തിലാണ് ചേർത്ത് കൊടുക്കുക. റെഡി എന്നിട്ടതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ മറ്റൊരു ഫംഗ്ഷന് കൊടുത്തു. ഈ ഫംഗ്ഷന് നമ്മളൊരു ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളിതിൻ്റെ കേളി ബ്രേസസ് ഓപ്പൺ ചെയ്തു. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മളിവിടെ കൊടുത്ത ഈ ബട്ടൺ എന്നുള്ള എലമെൻറ്റിനെ നമ്മൾ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ $സൈൻ ഇട്ടതിന് ശേഷം ഒരു ബ്രാക്കറ്റ് ഇട്ടു. എന്നിട്ട് എലമെൻ്റ് ആയതുകൊണ്ട് ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ ആ ബട്ടൺ എന്ന് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ വന്നൊരു ഡോട്ട് ഇട്ടു. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം എന്നുള്ളതാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ക്ലിക്ക് എന്ന ഇതിന് ശേഷം നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഫംഗ്ഷൻ വർക്ക് ചെയ്യാൻ വീണ്ടും നമ്മളൊരു ഫംഗ്ഷൻ ഓപ്പൺ ചെയ്തു. അതിന് ശേഷം കേളി ബ്രേസസ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഇനി നമ്മളിവിടെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. വേരിയബിളിൻ്റെ പേര് എക്സ് എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഈക്വൽ ടു അതിനുശേഷം നമ്മൾ ഈ പി, അതായത് നമ്മൾ ആ പാരഗ്രാഫിൻ്റെ ടാഗ്, അതായത് എലമെൻറ്റ് ടാഗ് ഏതാണോ അത് എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നേരിട്ട് ആ പി എന്നുള്ളതാണ് ചേർത്ത് കൊടുത്തതുകൊണ്ട് നമ്മൾ ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമ്മൾ പി എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഡോട്ട് ഇട്ടതിന് ശേഷം അതിൻ്റെ പൊസിഷൻ നമ്മളിവിടെ ഗെറ്റ് ചെയ്യാൻ നമ്മളിവിടെ വന്ന് പൊസിഷൻ എന്നൊരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇനി ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ നമ്മളിവിടെ അലേർട്ട് എന്നൊരു മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അലേർട്ടിൻ്റെ ഉള്ളിൽ നമ്മളിതുപോലെ ചേർത്ത് കൊടുത്തു. ടോപ്പ് പൊസിഷൻ എത്രയാണോ എന്നുള്ളത് നമ്മളിവിടെ എക്സ് ഡോട്ട് ടോപ്പ് എന്നതും അതേപോലെ ലെഫ്റ്റ് പൊസിഷൻ എന്ന് എത്രയാണെന്നുള്ളത് ഇവിടെ എക്സ് ഡോട്ട് ലെഫ്റ്റ് എന്നും ഇവിടെ ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിതൊന്ന് ജസ്റ്റ് സേവ് ചെയ്തിട്ട് നമുക്ക് ലൈവ് സെർവർ വെച്ചൊന്ന് റൺ ചെയ്യിപ്പിക്കാം. അപ്പോൾ ഞാനിത് റൺ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ആൻസർ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ ആൻസർ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്കിവിടെ ഒരു ജസ്റ്റ് ഒരു ബട്ടണും ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സ്ക്രീനിൽ മുകളിൽ കൊടുത്തൊരു ടെക്സ്റ്റും നമുക്കിവിടെ കാണിച്ചു തരുന്നുണ്ട്. ഇനി ജസ്റ്റ് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് പൊസിഷനിൽ എത്രയാണോ വരുന്നതെന്നും അതായത് ടോപ്പ് പൊസിഷനിൽ എത്ര അകലാണ് വരുന്നതെന്നും അതേപോലെ ലെഫ്റ്റ് പൊസിഷനിൽ എത്ര അകലം വരുന്നുണ്ടെന്നും നമുക്കിവിടെ കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, അതായത് ടോപ്പ് പൊസിഷനിൽ ഇവിടെ 0 പിക്സലാണ്. അതായത് നമ്മൾ പറഞ്ഞു ഇത് ഏറ്റവും അടുത്ത് വരുന്ന ടാഗ് ആയതുകൊണ്ടാണ് നമുക്കിവിടെ അധികം അകലമൊന്നും ഇവിടെ വരാത്തത്. ഓക്കെ, ഏറ്റവും അടുത്തായിട്ട് വരുന്നത് കൊണ്ടാണ് നമുക്കവിടെ 0 പൊസിഷനാക്കി വരുന്നത്. ഓക്കെ, അതേപോലെ ലെഫ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇവിടുന്ന് എത്രയാണോ ലെഫ്റ്റ് പൊസിഷനിൽ ഇതിൻ്റെ ലെഫ്റ്റിൽ എത്രയാണോ ഇതിൻ്റെ കോർഡിനേഷന് എന്നുള്ളതും നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ കൂടി ചെയ്തു നോക്കാം. ഓക്കെ, നേരത്തെ നമ്മൾ ചെയ്ത അതേ പ്രോഗ്രാം തന്നെയാണ് ഞാനിവിടെ റൺ ചെയ്യിപ്പിക്കുന്നത്. ഇവിടെ നമുക്കൊരു
രണ്ട് സ്പാൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ID ഒന്നാമത്തിന് L റിസൾട്ട് എന്നും രണ്ടാമത്തിന് T റിസൾട്ട് എന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 4 ഡിവ് കൊടുത്തിട്ടുണ്ട്. ഓരോന്നിനും ബാക്ക്ഗ്രൗണ്ട് കളർ എന്താണോ അത് നമ്മളിവിടെ ഡിഫറെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഡിവിൻ്റെ വിഡ്ത്ത് എത്ര വേണമെന്നും ഹൈറ്റ് എത്ര വേണമെന്നും അതേപോലെ മാർജിൻ എത്ര വേണമെന്നും ഫ്ലോട്ട് ഏത് ഭാഗത്ത് ഡിസ്പ്ലേ ചെയ്യണമെന്നും ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഓരോന്നിനും ഏത് പൊസിഷനിൽ, അതായത് അതിൽ മൗസ് കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യുമ്പോൾ ആ സ്ക്വയർ ഏത് പൊസിഷനിലാണ് വരുന്നത് എന്നുള്ളതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ പൊസിഷൻ എന്നൊരു മെത്തേഡ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മളിവിടെ വന്ന് ജസ്റ്റ് സ്ക്രിപ്റ്റ് എന്ന് വെച്ച് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം $സൈൻ ഇട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് ഡോക്യുമെൻ്റ് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഡോട്ട് റെഡി ഫംഗ്ഷൻ എന്ന് ചേർത്തു. അതിനുശേഷം ഫംഗ്ഷൻ ബ്രാക്കറ്റ് ദെൻ കേളി ബ്രേസസ് ഓപ്പൺ. ഓക്കെ, ഈ ഡിവിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ആ റിസൾട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ $സൈൻ ഇട്ടതിന് ശേഷം ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ ആ ഡിവിൻ്റെ പേര് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ദെൻ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ആൻസർ വരേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ജസ്റ്റ് ക്ലിക്ക് എന്നും നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. അതിനുശേഷം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ശേഷം നമ്മളിവിടെ ഒരു ഫംഗ്ഷൻ ചേർത്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, കേളി ബ്രേസസ് ഓപ്പൺ ചെയ്തു. ഓക്കെ, ഇനി നമ്മളിവിടെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാണ്. ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. വേരിയബിളിൻ്റെ പേര് പൊസിഷൻ എന്ന് ചേർത്ത് കൊടുത്തു. ഇഷ്ടമുള്ള പേരെന്താണ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇവിടെ വന്ന് ഈക്വൽ ടു ഒരു $സൈൻ ഇട്ടു. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് കറക്റ്റ് നമുക്ക് ആ പൊസിഷന് വരേണ്ടത്. അപ്പോൾ ദിസ് എന്നിട്ടതിന് ശേഷം ഇവിടെ വന്ന് പൊസിഷൻ എന്നും നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഈ പ്രോഗ്രാം ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ റൺ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് പൊസിഷൻ എവിടെയാണോ ഡിസ്പ്ലേ ചെയ്ത് വരേണ്ടത്. അപ്പോൾ നമ്മളിവിടെ വന്ന് വാർ പൊസിഷൻ എന്നിട്ടു. അതിനുശേഷം ആ ഏത് ഡിവിഷനിലാണോ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത് അതിൻ്റെ ഈ L റിസൾട്ട് എന്ന ഭാഗത്ത്, അതായത് ഈ ഭാഗത്തേക്ക് നമുക്കതിൻ്റെ ടോപ്പിൽ എത്രയാണോ അതിൻ്റെ ലെഫ്റ്റിൽ എത്രയാണോ അത് നമുക്ക് L റിസൾട്ട് എന്നും അതേപോലെ ഈ T റിസൾട്ട് എന്ന ഭാഗത്ത് അതിൻ്റെ ടോപ്പിൽ എത്രയാണോ റിസൾട്ട് വരുന്നത് അതിൻ്റെ ഔട്ട്പുട്ട് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരണം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്യിപ്പിക്കാം. അപ്പോൾ ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ റൺ ചെയ്യിപ്പിച്ച പ്രോഗ്രാം ഇവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. അതിന് വീണ്ടും ഞാനിത് ലൈവ് സെർവർ വെച്ച് റൺ ചെയ്യിപ്പിക്കുവാണ്. ഓക്കെ, അപ്പോൾ റൺ ചെയ്യിക്കുമ്പോൾ നമുക്കിവിടെ 4 സ്ക്വയർ ബോക്സ് വരുന്നുണ്ട്. ഇതിൽ ഓരോന്നിൽ ക്ലിക്ക് ചെയ്യുമ്പോഴും അതിൻ്റെ ടോപ്പ് എത്രയാണോ പൊസിഷന് അതേപോലെ ലെഫ്റ്റ് പൊസിഷൻ എത്രയാണെന്നും അതേപോലെ ടോപ്പ് പൊസിഷനിൽ എത്രയാണെന്നും വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഈ യെല്ലോ കളറിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഇതുപോലെ ഡിസ്പ്ലേ ചെയ്തത്. അതേപോലെ ഞാൻ എന്ത് ചെയ്യേണ്ടത്, ഈ ബ്ലാക്ക് കളറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ലെഫ്റ്റ് പൊസിഷനിൽ എത്രയും ടോപ്പ് പൊസിഷനിൽ എത്രയാണെന്ന് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ അടുത്തത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ലെഫ്റ്റ് പൊസിഷനിൽ എത്രയാണ് അതേപോലെ ടോപ്പ് പൊസിഷൻ എത്രയാണോ വരുന്നതെന്നും അതേപോലെ അടുത്തത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ലെഫ്റ്റ് പൊസിഷനിൽ എത്രയാണോ അതേപോലെ ടോപ്പ് പൊസിഷനിൽ എത്രയാണോ എന്നും നമുക്കിവിടെ ഔട്ട്പുട്ട് ആൻസർ വരുന്നുണ്ട്. അപ്പോൾ jQueryയിലെ ഒരു പൊസിഷൻ എന്നൊരു ഭാഗമാണ് ഇന്നത്തെ ക്ലാസ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നുവെന്നും അതേപോലെ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കോഡാണോ വരുന്നതെന്നും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും